ഇത് ഇറാൻ അമേരിക്ക സംഘർഷം ആ രാജ്യങ്ങളിൽ ഒതുങ്ങാതെ ഇപ്പോൾ ഹൂത്തികൾ അതിനെ ഏറ്റെടുത്തിരിക്കുകയാണ്. സൗദി അറേബ്യയെ ഒരു നാമാവിശേഷമാക്കുന്ന രീതിയിൽ ഹൂത്തികളുടെ ആക്രമണം കടുത്തുകൊണ്ടിരിക്കുകയാണ്. ആകെ മൊത്തത്തിൽ ഈ ഒരു യുദ്ധം അമേരിക്ക കൊണ്ടുവന്നത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോവുകയാണ്. ട്രംപിന് അതിൽ നിന്ന് തലയൂരാൻ കഴിയുന്നില്ല. കഴിഞ്ഞ ദിവസം വന്ന വാർത്ത എന്ന് പറയുന്നത് ട്രംപ് യാത്ര ചെയ്യുന്ന ഹെലികോപ്റ്റർ ജസ്റ്റ് വേറൊരു വിമാനവുമായിട്ട് ക്രാഷ് ആകുന്ന രീതിയിലേക്ക് പോയി അവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടാകി എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് ഏതെങ്കിലും ഒരു തരത്തിൽ അട്ടിമറിയായിരിക്കും. കാരണം യുദ്ധത്തിൽ നിന്ന് ട്രംപ് ഇപ്പോൾ പിന്മാറാൻ വേണ്ടിയിട്ട് കാല് പിടിക്കുകയാണ്. രേഷ്മ, ട്രംപിന്റെ ഹെലികോപ്റ്റർ യാത്ര അത് ഒരു വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ള വാർത്ത മണിക്കൂറുകൾക്ക് മുൻപാണ് പുറത്തു വന്നത്. അത് സ്വാഭാവികമായി ഉണ്ടായ ഒരു പ്രശ്നമല്ല, മറിച്ച് അതിന് പിന്നിൽ എന്തോ ഒരു ദുരൂഹതയുണ്ട് എന്നത് സംബന്ധിച്ചിപ്പോൾ അന്വേഷണങ്ങൾ നടക്കുകയാണ്. പ്രത്യേകിച്ചും ഇറാനിൽ യുദ്ധം ശക്തമായി നിലനിൽക്കുന്നു. ഇറാന്റെ പ്രോക്സികൾ അത് ഒരു സംഘടന തന്നെ ആവണമെന്നില്ല, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആകണമെന്നില്ല. വ്യക്തികളായിട്ടുള്ള ഇറാൻ ഒരുപാട് ചാവേറുകളുള്ള ഒരു സാഹചര്യം ലോകത്തെമ്പാടുമുണ്ട്. ഇറാൻ വലിയ നെറ്റ്വർക്ക് ഉണ്ട്. ഇറാന്റെ ചാവേറുകൾ അല്ലെങ്കിൽ ഇറാന് വേണ്ടി ഏതെങ്കിലും തരത്തിൽ ആക്രമണം നടത്താൻ ഇറങ്ങിത്തിരിക്കുന്ന ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ, ഇപ്പോൾ ഹൂത്തി, ഹമാസ്, ഹിസ്ബുള്ള, ഇറാഖിലെ മിലീഷ്യകൾ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളും അതുപോലെ കൂട്ടായ്മകളും ആളുകളും ഒക്കെ ഇറാന്റെ കീഴിൽ ഉണ്ട് എന്നാണ് അമേരിക്കയും ഇസ്രായേലും തന്നെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ ഇടപെടലിനെ തുടർന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അറ്റാക്ക് ട്രംപിനെതിരെ ഉണ്ടാകില്ല എന്ന് തീർത്ത് പറയാൻ കഴിയില്ല. ഇപ്പൊ സംഭവിച്ച ഈ വിമാനം അല്ലെങ്കിൽ ഹെലികോപ്റ്റർ ഉയർന്നു പൊങ്ങിയ സമയത്തുണ്ടായ സുരക്ഷാ വീഴ്ച, സാധാരണഗതിയിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ ആയാലും വിമാനമായാലും ആകാശത്തേക്ക് ഉയർന്നു കഴിഞ്ഞാൽ ആ ഭാഗത്ത് മറ്റൊരു വിമാനവും പ്രവേശിക്കാത്ത രീതിയിലേക്കായിരിക്കും പിന്നീട് സിഗ്നലുകൾ കൊടുക്കുക. അതായത് ആ സമയത്ത് മറ്റൊരു വിമാനവും അതിലെ പറക്കില്ല. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താണ്? ട്രംപിന്റെ ഹെലികോപ്റ്റർ ഉയർന്ന അതേ സമയത്ത് തന്നെ മറ്റൊരു യാത്രാ വിമാനം വരികയും വളരെ അടുത്ത ദൂരത്തിൽ ഇത് കടന്നു പോവുകയും ഒരു പക്ഷേ അതൊരു വലിയ കൂട്ടിയിടിയിലേക്കോ സ്ഫോടനത്തിലേക്കോ പോകാമായിരുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത് ഏതെങ്കിലും ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ ട്രംപിനെ വധിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി ആരെങ്കിലും ചെയ്തതാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അത്തരം പല സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് നേരെ ആദ്യമായിട്ടല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവഹാനി ഉണ്ടാകാവുന്ന സാഹചര്യങ്ങൾ ഇതാദ്യമായിട്ടല്ല, ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഈ ഇസ്രായേൽ ഇന്റലിജൻസ് ആണ് പറയുന്നത്, വേറെ ആരുമല്ല, ഇസ്രായേൽ ഇന്റലിജൻസ് ആണ് ട്രംപിനെ വധിക്കാനായിട്ട് അല്ലെങ്കിൽ ട്രംപിന്റെ പേര് ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ട് എന്നുള്ള കാര്യം അമേരിക്കയോട് സ്ഥിരീകരിക്കുന്നത്. ഇപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാന്റെ അത്തരം നീക്കങ്ങൾ, അതായത് ആഗോളതലത്തിൽ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ, അതുപോലെ തന്നെ ഇറാന്റെ ഉള്ളിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പല രഹസ്യമായിട്ടുള്ള നീക്കങ്ങൾ, ഇതൊക്കെ കൃത്യമായി എടുക്കാൻ കഴിയും ഞങ്ങൾക്ക് എന്നാണ് പൊതുവിൽ ഇസ്രായേൽ പറയാറ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു സംഭവം, അതായത് ഏതെങ്കിലും തരത്തിൽ ട്രംപിനെ ഇല്ലായ്മ ചെയ്യാനോ ട്രംപിനെ മാരകമായി പരിക്കേൽപ്പിക്കാനോ അല്ലെങ്കിൽ ആയത്തുള്ള അലി ഖാംനെയിയോട് പകരം ചോദിക്കാൻ ഉതകുന്ന വിധത്തിൽ ട്രംപിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രഹരം ഏൽപ്പിക്കാനോ ഒക്കെ കഴിയുന്ന നിലയിലേക്ക് ഇറാൻ പലതും പദ്ധതി ഇട്ടിട്ടുണ്ട് എന്നുള്ളത് ഇസ്രായേൽ തന്നെ കണ്ടെത്തിയിട്ടുള്ള കാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഓരോ വാർത്തകൾ വരുമ്പോൾ, ഇത്തരം ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ടായിരിക്കും സംസാരിക്കുക. അതായത് ഇതിന് പിന്നിൽ ഇറാന്റെ എന്തെങ്കിലും നീക്കമുണ്ടോ, ഇറാൻ അമേരിക്കയിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ വിലക്കെടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ സമയത്തുണ്ടായിരുന്ന ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ, റഡാറുകൾ ഉൾപ്പെടെയുള്ളവ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, തെറ്റായ സിഗ്നലുകൾ നൽകപ്പെട്ടിട്ടുണ്ടോ, ഏതെങ്കിലും തരത്തിൽ ചില ഇടപെടലുകൾ, അദൃശ്യ ഇടപെടലുകൾ ഇതിന് പിന്നിൽ ഇറാൻ നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടും. ആ ചർച്ചകളെ ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, ട്രംപിനെ ഇറാൻ അപായപ്പെടുത്താനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം 49 വർഷത്തെ അവിടുത്തെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖാംനെയി അടക്കം ഒരു രാജ്യത്തിന്റെ തലവന്മാരെ മുഴുവൻ ഒറ്റയടിക്ക് കൊല്ലാനുള്ള പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത ആളാണ് ട്രംപ്. പണ്ട് ഖസീം സുലൈമാനി എന്ന് പറയുന്ന അവരുടെ ഒരു സൈനിക നേതാവിനെ, ഒരു ഉയർന്ന പദവിയിലുള്ള ഒരാളെ കൊന്നതിന്റെ പക തന്നെ ഇറാൻ പല ഘട്ടങ്ങളിലും പിന്നീട് ഇസ്രായേലിന് നേരിട്ടുള്ള ആക്രമണങ്ങളിലടക്കം തീർത്തിട്ടുണ്ട്. അപ്പൊ അന്ന് മുതലുള്ള പല പകയും ഇപ്പോൾ ആളിക്കത്തുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ട്രംപിന്റെ ഒരു പദ്ധതിയും നടപ്പാക്കാനായിട്ട് ഇറാൻ സമ്മതിക്കാത്തത്. ഇപ്പോൾ ഹോർമൂസിലായിക്കൊള്ളട്ടെ, ഗൾഫ് രാജ്യങ്ങളിലായിക്കൊള്ളട്ടെ, എവിടെയാണെങ്കിലും ട്രംപ് എന്ത് പദ്ധതി മുന്നോട്ട് വെച്ചാലും അതൊന്നും നടപ്പാക്കാൻ അനുവദിക്കാതെ പൊളിച്ചു കളയുക എന്നുള്ളതാണ് ഇപ്പോൾ ഇറാൻ സ്വീകരിക്കുന്ന സ്ട്രാറ്റജി. അതിലവർ വിജയിക്കുന്നുമുണ്ട്. നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ, ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് പശ്ചിമേഷ്യയിൽ ചില നിർണായകമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. മുമ്പ് അമേരിക്ക നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കും ഗൾഫ് രാജ്യങ്ങളോട്. ആരാണ്? ഖത്തർ, ഈജിപ്റ്റ്, പിന്നെ പാകിസ്ഥാൻ ഒക്കെയാണ് ഈ പശ്ചിമേഷ്യയിൽ അമേരിക്ക പറഞ്ഞാൽ കേൾക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്ക ഇത്തരത്തിൽ ചില കാര്യങ്ങൾ പറയുന്നു. വെടിനിർത്തൽ കരാർ വരണം, ഹോർമൂസ് തുറക്കണം,
അതിന് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയാം, ഇത് നിങ്ങൾ ഇറാനോട് പോയി പറയൂ, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്തൊരു ധാരണയിലെത്താം. ഇതാണ് ഇതിൻ്റെ ഒരു പൊതുവിലുള്ള ശൈലി. പക്ഷെ ഇത്തവണ നേരെ ഇറാൻ കയറി കളിച്ചു. അതായത് അമേരിക്ക ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അമേരിക്ക അതിന് വേണ്ടിയിട്ട് ഒരു വെടിനിർത്തലൊക്കെ നടത്തിയ സമയത്ത് ഇറാൻ ശക്തമായിട്ടൊരു നിലപാടെടുത്തു. ഞങ്ങൾ വെടിനിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. അതായിരുന്നു അമേരിക്ക കിട്ടിയ ആദ്യത്തെ പ്രഹരം. ഞങ്ങൾ വെടിനിർത്തൽ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തായി, അമേരിക്ക പറഞ്ഞു ഇറാനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്, ഞങ്ങൾ വെടിനിർത്തി, ഇറാൻ നിർത്തുന്നില്ല. അപ്പൊ എന്ത് സംഭവിക്കും? ലോകം മുഴുവൻ ഇറാനെതിരെ തിരിയും. ഇതാണ് അമേരിക്ക സ്ഥിരം പയറ്റുന്ന ഒരു തന്ത്രം. ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കി വെച്ചിട്ട് ഇതിന്റെയൊക്കെ കാരണക്കാർ മറ്റവരാണെന്ന് പറഞ്ഞാൽ അവരെ തലയിലിടുക. ഇതാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ ഇറാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ശക്തമായി യുദ്ധം തുടരും, ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല, പ്രതികാരം ഞങ്ങൾ ആളിക്കത്തിക്കും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഹോർമൂസ് അടക്കമുള്ള പ്രശ്നങ്ങളുടെ കാരണക്കാർ ഇറാനാണ് എന്നാണ് എല്ലാവരും പിന്നീട് പറയുക. പക്ഷെ അവിടെ ഇറാൻ അടുത്ത കാർഡ് ഇറക്കി, ഈ പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചോളാം, ഈ പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചു തരാം, അമേരിക്ക ഇടപെടണ്ട. അവിടെയാണ് അമേരിക്കയ്ക്ക് ശക്തമായിട്ടുള്ള ഒരു പ്രഹരം കിട്ടിയത്. അതായത് അവർ വിചാരിച്ചതുപോലെയല്ല ഇറാൻ പ്രതികരിച്ചത്. സാധാരണഗതിയിൽ എന്താണ്, വെടിനിർത്തൽ കരാറിന് ഞങ്ങൾ തയ്യാറല്ല എന്ന് ഇറാൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്ക പറയുക ഇനി പ്രശ്നം പരിഹരിക്കപ്പെടില്ല എന്നാണ്. കാരണം ഇറാൻ അടുത്താൽ മാത്രമേ, അല്ലെങ്കിൽ ഇറാൻ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായാൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കപ്പെടൂ എന്നാണ് വെപ്പ്. പക്ഷെ ഇറാൻ പറയുന്നത് ഈ പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചു തരാം, അമേരിക്കയോടുള്ള ശത്രുത അതേപോലെ തുടരട്ടെ, പക്ഷേ ഈ യുദ്ധം കാരണം ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഹോർമൂസ് അടച്ചതടക്കമുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ ക്ലിയർ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഒമാനുമായി ചർച്ച നടത്തി. സൗദി അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ അതിന്റെ ഭാഗമാകാൻ വരുന്നു. അങ്ങനെ ഒരു, ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തത് ഒരു അറബ് നാറ്റോ എന്ന് പറയുന്ന ഒരു ആശയം, അതായത് നാറ്റോ സഖ്യം പോലെ അമേരിക്കയുടെ സഖ്യകക്ഷികളായിട്ടുള്ള ജർമ്മൻ, ഫ്രാൻസ്, ഗ്രീസ്, ജർമ്മനി, അങ്ങനെ ബ്രിട്ടൻ ഒക്കെ അടങ്ങുന്ന കുറേ രാജ്യങ്ങളുള്ള ഒരു നാറ്റോ സഖ്യമുണ്ട്. അത് അമേരിക്കൻ സൈനിക ചേരിയാണ്. മറ്റേത് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിട്ടുള്ള സോഷ്യലിസ്റ്റ് ചേരിയായിട്ടുള്ള അപ്പുറത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നാറ്റോ ചേരി എന്ന് പറയുന്നത് ഈ ലോകത്ത് എന്ത് പ്രശ്നം വന്നാലും ഇവർ ഒന്നിച്ചു നിൽക്കും. ഈ നാറ്റോ സഖ്യത്തിലെ ഒരു രാജ്യത്തിനെതിരെ വേറെ ഏതെങ്കിലും ഒരു രാജ്യം ഒരു ആക്രമണം നടത്തിയാൽ ഇത് നാറ്റോ രാജ്യങ്ങളുടെ മുഴുവൻ പ്രശ്നമായി കണ്ടുകൊണ്ട് ഇവർ ഒന്നിച്ച് ആ രാജ്യത്തെ തിരിച്ചടിക്കും. ഇതാണ് അതിൻ്റെ ഒരു ഏകദേശ സ്ട്രക്ചർ. ഇതേ മോഡലിൽ ഒരു അറബ് നാറ്റോ വരാൻ സാധ്യതയുണ്ട്. സൗദി തന്നെ അതിന് മുൻകൈ എടുക്കാൻ പോവുകയാണ് എന്നാണ് ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തത്. നോക്കുക, അമേരിക്ക ഇതുവരെ നേരിടാത്ത ഒരു വലിയ വെല്ലുവിളിയാണ്, ഒരു വലിയ തിരിച്ചടിയാണ് ഈ അറബ് നാറ്റോ എന്ന് പറയുന്നത്. ഇത് മുമ്പ് ചർച്ച ചെയ്യപ്പെട്ടതാണ്. പലസ്തീൻ വിഷയം ഉണ്ടായിരുന്ന സമയത്തും വളരെ ഗൗരവതരമായി ഇറാനും തുർക്കിയും ഒക്കെ മുന്നോട്ട് വെച്ചൊരു ആവശ്യമായിരുന്നു അത്. ഈ അറബ് ലീഗ് എന്ന് പറയുന്ന അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മ, അതുപോലെ തന്നെ ഈ OIC, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ എന്ന് പറയുന്ന അറബ് രാജ്യങ്ങളുടെ മറ്റൊരു കൂട്ടായ്മ, ഇതിലൊക്കെ ഇറാനും തുർക്കിയും ഒക്കെ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു ഈ അറബ് ലീഗ് അല്ല, ഈ പറയുന്ന ഒരു അറബ് നാറ്റോ എന്ന് പറയുന്നത്. ആ നാറ്റോ മോഡലിൽ അറബ് രാജ്യങ്ങൾ എക്യുപ്ഡ് ആവുക, അവരെല്ലാവരും തമ്മിൽ സഹകരിക്കുക, അപ്പൊ അതിൽ പലസ്തീനെ ഉൾപ്പെടുത്തുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ പലസ്തീന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടി വരും. അങ്ങനെ ഒരു നെറ്റ്വർക്ക് ഉണ്ടായി. അതായത് ഏതെങ്കിലും ഒരു അറബ് രാജ്യത്തെ തൊട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കും, ആ ആക്രമണം നടത്തിയ രാജ്യത്തെ ഒറ്റപ്പെടുത്തും. അതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ. അപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നുവെങ്കിൽ ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക ധൈര്യം വരില്ല, ഒമാനെ ഭീഷണിപ്പെടുത്താൻ അമേരിക്കയ്ക്ക് ധൈര്യം വരില്ല. ഈ അറബ് രാജ്യങ്ങളെ മുഴുവൻ സമ്മർദ്ദത്തിലാക്കുന്ന വിധത്തിൽ ഈ യുദ്ധത്തെ ഇത്രയും വഷളാക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ല. എന്തിന്, ഇറാനിലേക്ക് ബോംബിടുന്നതിനെ കുറിച്ച് പോലും ട്രംപ് ചിന്തിക്കില്ല. കാരണം അമേരിക്ക എല്ലാവരെയും ഭയപ്പെടുത്തുന്നത് ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടാണ്. ഇതേ ഉപരോധം തിരിച്ചങ്ങ് ഏർപ്പെടുത്തും. അറബ് ലീഗ് അല്ലെങ്കിൽ അറബ് നാറ്റോ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളുടെ ഒരു സഖ്യം, ഒരു 8-9 രാജ്യങ്ങളുണ്ടെന്ന് കൂട്ടുക, പ്രധാനപ്പെട്ട രാജ്യം. ഇവരെ എല്ലാവരും ഇപ്പോൾ UAE, സൗദി, ഖത്തർ, കുവൈറ്റ്, ഒമാൻ, ബഹ്റൈൻ എന്ന് പറയുന്ന ഈ യുദ്ധവുമായി ഇപ്പോൾ ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന, അമേരിക്ക ബാക്കപ്പ് കൊടുക്കുന്നു എന്ന് അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ അമേരിക്ക സംരക്ഷിച്ചു കൊള്ളാം എന്ന് ഏറ്റിരിക്കുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, ഇവരെല്ലാവരും ചേർന്ന്, ഇറാനും ഇറാഖും എല്ലാം ചേർന്ന്, അറബ് രാജ്യങ്ങൾ ചേർന്ന് ഒരു വലിയ കൂട്ടായ്മ ഉണ്ടാക്കും. ഈ കൂട്ടായ്മ ഹോർമസിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പോവാണ്. ഇതിലെ ഏത് കപ്പലുകൾ പോകണം, ഇതിന് എത്ര ഫീസ് മേടിക്കണം, ഇവിടെ എന്തൊക്കെ മെയിൻ്റനൻസ് ചെയ്യണം, കപ്പൽ പാത വലുതാക്കണോ, അവിടെ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നാൽ ഇതെല്ലാം ഇവരങ്ങ് ചെയ്യാൻ തീരുമാനിക്കുകയാണ് എന്ന് വെച്ച് നോക്കുക. അങ്ങനെ വന്നാൽ അത് ട്രംപിന്, അല്ലെങ്കിൽ ട്രംപിന് ശേഷം ഏത് അമേരിക്കൻ പ്രസിഡന്റ് വന്നാലും അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ അധിനിവേശങ്ങൾക്ക്, ആധിപത്യത്തിന് അവർ പറയുന്നത് മാത്രമേ നടക്കൂ എന്ന നിലയിലുള്ള നിലപാടുകൾക്ക്, ആ ഒരു നീക്കങ്ങൾക്ക് എല്ലാത്തിനും അവസാനമാവും, അറുതി ഉണ്ടാവും. അതിലേക്കാണ് ഇറാൻ ഇപ്പോൾ കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്. അതായത് ട്രംപ് ഉദ്ദേശിച്ച പല കാര്യങ്ങളും ട്രംപിന് തന്നെ തിരിച്ചടിക്കുകയാണ്. പല ലക്ഷ്യങ്ങളോടുകൂടി
ട്രംപ് തുടങ്ങി വെച്ച അല്ലെങ്കിൽ ട്രംപ് മുന്നോട്ട് വെച്ച പല നീക്കങ്ങളും ഒടുക്കം ട്രംപിന് തന്നെ തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ വൻശക്തികൾ എന്ന് പറഞ്ഞ് ലോക പോലീസ് എന്നൊക്കെ പറഞ്ഞ് ചമഞ്ഞ് അവരാണിപ്പോൾ കാല് പിടിക്കുന്നത്. മാത്രമല്ല ഈ യുദ്ധം അനാവശ്യമാണെന്ന് ഒരുപക്ഷെ ട്രംപിന് പോലും ഇപ്പൊ തോന്നുന്നുണ്ടാകും. കാരണം അത്രയേറെ പതനമാണ്. ഒമാൻ ഇനിയിപ്പം ഇറാനോട് കൂടി ചേരുമ്പോൾ അത് ട്രംപിന് ഒരിക്കലും സഹിക്കാവുന്നതിലപ്പുറം. കാരണം താൻ കണ്ടുവെച്ച ഒരു കാര്യം ഇരു രാജ്യങ്ങളും പങ്കിട്ടെടുക്കുക എന്ന് പറയുമ്പോൾ സ്വാർത്ഥ മനുഷ്യനാണ് ട്രംപ്. അതുകൊണ്ടാണല്ലോ ഒരാവശ്യമില്ലാതെ ഒരു പറമ്പും അല്ലാത്തൊരു സ്ഥലത്ത് പോയിട്ട് വേണ്ടിയിട്ട് ഈ അത്യാഗ്രഹം മൂത്തിട്ട് അത് പിടിച്ചെടുക്കാൻ നോക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ ഒമാനും ഇറാനും കൂടി അത് ചേർന്ന് പങ്കിടുകയും അതുപോലെ തന്നെ ഈ ഗൾഫ് രാജ്യങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ യദു പറഞ്ഞതുപോലെ തന്നെ ട്രംപിന്റെ വലിയൊരു നീക്കങ്ങളും ഒരു ഒരു ആധിപത്യം അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് ദശാബ്ദങ്ങളായിട്ട് കൊണ്ടുവന്നിരുന്ന ആ പട്ടം, ലോക പോലീസ് എന്ന് പറയുന്ന വട്ടമൊക്കെ താഴെ ഇറക്കേണ്ടി വരികയാണ്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ ട്രംപ് പെതുക്കെ ഒതുങ്ങൂലേ? ഇനി മറ്റു രാജ്യങ്ങളിലേക്ക് ഇതേപോലെ അത്യാഗ്രഹമായിട്ട് പോകാൻ സാധ്യതയുണ്ടോ? ഇത്രയും കാലം ട്രംപ് സ്വീകരിച്ചിരുന്ന ഒരു നയം, ട്രംപ് അല്ലെങ്കിൽ ഏത് അമേരിക്കൻ പ്രസിഡന്റ് ആയാലും അമേരിക്ക എന്ന രാജ്യം സ്വീകരിച്ചിരുന്ന നയം എന്ന് പറയുന്നത് മുട്ടനാടുകളെ തമ്മിൽ ഇടിപ്പിക്കുക, അതിന്റെ ചോര കുടിക്കുക, അതിനുശേഷം സമാധാനത്തിന്റെ ദൂതുമായിട്ട് വരിക, പിന്നെ പലതരത്തിൽ 2 വഞ്ചിയിൽ കാലിടുക, ഒരു വിഷയത്തിൽ തന്നെ ഭിന്ന അഭിപ്രായമല്ല ഇരട്ട അഭിപ്രായങ്ങൾ, അതായത് നമ്മൾ ഡബിൾ ഗെയിം എന്ന് പറയും, അതാണ് അമേരിക്ക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ സൗദിയെ കൂടെ നിർത്തിയിട്ട് ഇറാനെതിരെ അടുപ്പിക്കാനായിരുന്നു. കഴിഞ്ഞ ദിവസം സൗദിയും അമേരിക്കയും തമ്മിൽ ഒരു ആണവ കരാറിൽ ഒപ്പിട്ടു. ഇറാഖിലെ ഇറാന്റെ മിലീഷ്യകൾക്ക് നേരെ ആക്രമണം നടത്തി. ഇറാഖിൽ വലിയ നാശനഷ്ടങ്ങളുണ്ടായി, 40ഓളം പേര് മരിച്ചു. ഇതൊക്കെ സൗദി ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സൗദി എന്തുകൊണ്ടാണ് ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ യുദ്ധമേഖലയിൽ അല്ലെങ്കിൽ ഈ യുദ്ധരംഗത്ത് ആദ്യമായിട്ടാണ് ഒരു അറബ് രാജ്യം അമേരിക്കയ്ക്ക് വേണ്ടി നേരിട്ട് ഇറങ്ങുന്നത്. ഇറാനെ നേരിട്ട് അടിക്കാൻ കഴിയില്ല, കാരണം ഇറാനും സൗദിയും തമ്മിലൊരു കരാർ നിലനിൽക്കുന്നുണ്ട്. 13 വർഷം മുമ്പ് ഉണ്ടാക്കിയ ഒരു കരാറാണ്. അന്ന് ഇറാനും സൗദിയും വലിയ ആക്രമണമായിരുന്നു. അതിനുശേഷം ഇരു രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കില്ല എന്നുള്ള ഒരു പ്രതിജ്ഞയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷമാണ് ഈ ഹൂത്തികളെ കുറെ കൂടി സജ്ജരാക്കിയിട്ട് സൗദിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇറാൻ വെച്ചത്. എന്തെങ്കിലും ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് യമനും സൗദിയും തമ്മിലുള്ള തർക്കത്തിനും വലിയ പഴക്കമുണ്ട്, കാലങ്ങളുടെ പഴക്കമുണ്ട്. യമൻ സർക്കാരിന് ബാക്കപ്പ് കൊടുക്കുന്നത് സൗദിയാണ്. അവിടുത്തെ വിമതരാണ് ഹൂത്തികൾ. അപ്പോൾ അങ്ങനെ ഹൂത്തികളും സൗദിയും തമ്മിൽ മറ്റൊരു തർക്കം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇറാനുമായിട്ടുള്ള അലയൻസ് കൊണ്ട് ഹൂത്തികൾക്ക് സൗദിയെ അടിക്കണം എന്നുള്ള, അല്ലെങ്കിൽ ഇറാൻ പറഞ്ഞാൽ അത് ചെയ്യും ഹൂത്തികൾ എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. അതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇവിടെ അമേരിക്ക വിചാരിച്ചത്, അല്ലെങ്കിൽ ട്രംപ് വിചാരിച്ചത്, സൗദിയെ കൂടെ നിർത്തിയിട്ട് വീണ്ടും ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കിയിട്ട് ഇറാനെ പിന്തുണയ്ക്കുന്ന ഗൾഫ് രാജ്യങ്ങൾ, സൗദിക്കൊപ്പം നിൽക്കുന്ന ഗൾഫ് രാജ്യങ്ങൾ എന്ന നിലയിലേക്ക് പശ്ചിമേഷ്യയിലെ ഗൾഫ് രാജ്യങ്ങളെ തമ്മിലടുപ്പിക്കുക അന്നൊരു തന്ത്രത്തിലേക്കായിരുന്നു ട്രംപ് പോയത്. എന്നിട്ട് അതിൽ തന്നെ ഒരു സമാധാനം വരുമ്പോൾ ഹോർമൂസ് നമുക്കെല്ലാവർക്കും കൂടി അങ്ങ് നോക്കാമെന്ന് പറഞ്ഞ് സൗദിക്കൊപ്പം നിന്ന് അമേരിക്ക ഈ ഹോർമൂസിൽ ഒരു നിർണായക റോള് വഹിക്കുക. ഇതായിരുന്നു ട്രംപിൻ്റെ തന്ത്രമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ അമേരിക്കയുടെ ഒരു സ്റ്റൈൽ അങ്ങനെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹോർമൂസ് പിടിക്കാനായിട്ട് ഞങ്ങളുടെ പശ്ചിമേഷ്യയിലെ ഇസ്രായേലിനൊപ്പം തന്നെ ഞങ്ങൾ സൗദിയെയും ഞങ്ങളുടെ പശ്ചിമേഷ്യയിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായിട്ട് അംഗീകരിക്കുകയാണ്. അറബ് രാജ്യങ്ങൾക്കിടയിൽ ഇപ്പോൾ ഞങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട്. ഇറാനെ തകർക്കാൻ വേണ്ടി നമുക്ക് ഒന്നിച്ചു നിൽക്കണം. ഈ നിലയിലേക്കൊക്കെ ഈ യുദ്ധത്തെ മാറ്റിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറബ് രാജ്യങ്ങൾ അടി ഇടി വെടി പോകുക, ആ ലെവലിലേക്ക് എത്തിക്കാനാണ് ട്രംപ് ഒരു പക്ഷേ ശ്രമിച്ചിരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എന്താ സംഭവിക്കാം? ഇവിടങ്ങളിലെ എണ്ണപ്പാടങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടാകും. അമേരിക്ക അത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അവിടങ്ങളിൽ അമേരിക്ക ഇൻവെസ്റ്റ്മെൻറ്റ് സംസാരിക്കും. അമേരിക്കൻ കമ്പനികൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യും. ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയുടെ കയ്യിൽ ആയുധങ്ങളുണ്ടെങ്കിൽ ഇവരെപ്പോഴും അമേരിക്കയ്ക്ക് വിധേയരായി നിൽക്കും. കാരണം അമേരിക്കയുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ വിറ്റഴിക്കപ്പെടണമെങ്കിൽ യുദ്ധം നടക്കണം. അതുകൊണ്ട് ഇവന്മാരിങ്ങനെ യുദ്ധം പലയിടത്തും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പം ഇവിടെ അറബ് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമാവുമ്പോൾ ഈ 2 കൂട്ടരും അമേരിക്കയുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങും, പ്രതിരോധ സംവിധാനങ്ങൾ. അതൊരു വലിയ കച്ചവടമാണ്. എന്ന് മാത്രമല്ല ഈ എണ്ണപ്പാടങ്ങൾ തകരുകയും അവിടെ എണ്ണ മേഖലയിൽ അമേരിക്കയുടെ സാമ്പത്തിക ഇടപെടൽ, കാരണം ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് എണ്ണ സ്റ്റോപ്പായി കഴിഞ്ഞാൽ അവരുടെ വരുമാനം നിലച്ചു. സാമ്പത്തികമായിട്ട് ഈ ഘട്ടത്തിൽ അമേരിക്ക ഗൾഫ് രാജ്യങ്ങളെ കയ്യിലെടുക്കും. അങ്ങനെ ഗൾഫ് മേഖലയിലെ റിഫൈനറികളും ഈ എണ്ണപ്പാടങ്ങളും ഒക്കെ അമേരിക്കയുടെ നിയന്ത്രണത്തിലേക്ക്, അമേരിക്കൻ കമ്പനിയുടെ പാർട്ണർഷിപ്പിലേക്കൊക്കെ വരുന്നൊരു വലിയ ബൃഹത്തായ നശീകരണ പദ്ധതി ട്രംപിന്റെ മനസ്സിലുണ്ടായിരുന്നു. അതിന്റെ തുടക്കമാണ് ഇറാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ വായന അങ്ങനെയാണ്, എൻ്റെ ടേക്ക് അതാണ്. അതുപോലെ തന്നെ ഇങ്ങനൊരു യുദ്ധം നടന്ന് എണ്ണ വിപണി മാന്ദ്യത്തിലേക്ക് പോകുമ്പോൾ വെനസ്വലയിൽ നിന്നുള്ള എണ്ണ എടുത്തിട്ട് ട്രംപിന് ആവശ്യം പോലെ വിറ്റഴിക്കാം. അമേരിക്കയിലും
ആവശ്യത്തിന് പെട്രോളിയം റിഫൈനറികളുണ്ട്. അപ്പോൾ അമേരിക്കയിൽ നിന്നുള്ള ഷെൽ പെട്രോൾ എന്ന് വിളിക്കുന്ന പെട്രോൾ അടക്കമുള്ള കൂടുതൽ റിഫൈൻഡ് ആയിട്ടുള്ള പെട്രോൾ കുറെ കൂടി കൂടിയ വിലയ്ക്ക് ട്രംപിന് വിറ്റഴിക്കാൻ കഴിയും. പക്ഷെ ഇവിടെ ഇത്രയൊക്കെ യുദ്ധം നടന്നപ്പോഴും ഈ പടുകുഴിയിലേക്കാണ് ട്രംപ് പോയത്. ഇപ്പൊ കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴും അത് പിടിച്ചു കയറ്റാൻ ആരുമില്ല. എല്ലാ ഭാഗത്തുനിന്നും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ സ്വന്തം ചങ്കും കരളുമായിട്ട് നടന്ന ഇസ്രായേൽ പോലും അമേരിക്കയെ വിട്ടു. അങ്ങനെ ആകെ മൊത്തത്തിൽ ഒറ്റപ്പെട്ടൊരവസ്ഥ. ഇതെന്തായാലും ഈ രാജ്യങ്ങളെല്ലാം മുതലെടുക്കുകയും ചെയ്യും. ഈ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആണ്. കാരണം ഇത്തരം ഈ ഒരു യുദ്ധം നടന്നതും ചതി നടന്നതും എല്ലാം ഈ ഗൾഫ് മേഖല എന്തായാലും മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ സൗദി പറയുന്നതും സമ്മർദ്ദം കൊടുക്കുന്നതും അതുകൊണ്ടാണ്. അങ്ങനെ ആകെയാണ് മൊത്തത്തിൽ അടങ്ങി ഒതുങ്ങി ഇനി വീട്ടിൽ ഇരിക്കാം എന്ന നിലയിലേക്ക് ട്രംപ് എത്തും. ട്രംപിന്റെ കാര്യം വളരെ അപകടാവസ്ഥയിലാണ് എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങളും പറയുന്നത്. അതായത് ഒന്ന്, ട്രംപിന് ആരോഗ്യപരമായിട്ട് ഇക്കിളി പോകുന്നതടക്കമുള്ള എന്തോ ചെറിയ പ്രശ്നമുണ്ട്. അതായത് ട്രംപിന്റെ ചില നോട്ടങ്ങൾ, ചലനങ്ങൾ, പെട്ടെന്നുള്ള സംസാരങ്ങൾ, ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ട് പല അമേരിക്കൻ ജേണലുകളിലും പലതരത്തിലുള്ള വാർത്തകളും പ്രത്യക്ഷപ്പെടുന്നു. ട്രംപിന് പാർക്കിൻസൺ രോഗമാണോ, അല്ലെങ്കിൽ ഞരമ്പിനെ ബാധിക്കുന്ന വല്ല അസുഖമുണ്ടോ, ട്രംപിന്റെ ഇരിപ്പിൽ ഉറങ്ങിപ്പോകുന്നത്, ക്ഷീണിതരാകുന്നു, അങ്ങനെ ജെനുവിനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു വശത്ത് ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നിലനിൽപ്പ് ആസ് എ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക്, അമേരിക്കയുടെ ഏറ്റവും കരുത്തനായ പ്രസിഡന്റ് എന്ന നിലയിലേക്ക് വരാനാണ് ട്രംപ് ശ്രമിച്ചത്. കൂടുതൽ രാജ്യങ്ങളെ കീഴടക്കുന്നു. നോക്കുക, വെനസ്വല ഉണ്ടായിരുന്നു, ഇറാൻ ലിസ്റ്റിലുണ്ടായിരുന്നു, ഹോർമുസ് കടൽ പിടിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു, ക്യൂബ ഉണ്ടായിരുന്നു ലിസ്റ്റിൽ, വേറെയും ചില ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ അമേരിക്ക നോട്ടമിടുന്നു എന്നുണ്ടായിരുന്നു, കാനഡയെ കീഴ്പ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമുണ്ടായിരുന്നു, ഇന്ത്യയെ വല്ലാത്ത രീതിയിൽ താഴേക്ക് വില കുറച്ച് കാണുക എന്നൊരു നിലപാടിലേക്ക് ട്രംപ് പോയിരുന്നു. അങ്ങനെ പല കാര്യങ്ങളും, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചത് താനാണെന്ന് പറയുന്നു, താൻ നോബൽ സമ്മാനത്തിന് അർഹനാണെന്ന് പറയുന്നു, യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന്, അങ്ങനെ ലോകത്തൊരു വലിയ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള എല്ലാ മേഖലകളും ടച്ച് ചെയ്യുന്ന ഒരു പവർഫുൾ അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിലേക്കാണ് ട്രംപിനെ ബ്രാൻഡ് ചെയ്യാൻ ശ്രമിച്ചത്. നമ്മളത് കാണുന്നതാണ്. ട്രംപിനെ ബ്രാൻഡ് ചെയ്ത് സമസ്ത മേഖലകളിലും കൈകടത്തുന്ന, എല്ലാ മേഖലകളിലും വിദഗ്ധനായിട്ടുള്ള ഒരു അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കാണ് ട്രംപിനെ ബ്രാൻഡ് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷെ ഇത് നേരെ തിരിഞ്ഞു വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഒന്നിനും കൊള്ളാത്ത, ഇതുവരെയുള്ള അമേരിക്കയുടെ ചരിത്രത്തിൽ ഇതുവരെയുള്ള ഏറ്റവും കഴിവുകെട്ട, ലോകത്തിന് മുന്നിൽ അപഹാസ്യനാക്കപ്പെട്ട, സാധാരണ അമേരിക്കൻ പ്രസിഡന്റുമാരെ രക്തദാഹി, ക്രൂരൻ, എന്തൊരു യുദ്ധക്കൊതിയനാണ്, യുദ്ധവെറിയൻ, ഇങ്ങനെയൊക്കെയാണ് പൊതുവിൽ വിശേഷിപ്പിക്കാറുള്ളത്. പക്ഷെ ഇയാളെ ഒരു കോമാളി എന്ന നിലയ്ക്കാണ്, അത് അല്ലെങ്കിൽ ഒരു ഹാസ്യ കഥാപാത്രം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ലോകം മുഴുവൻ കൈകാര്യം ചെയ്യുന്നത്. അമേരിക്കയിലെ പല ജേണലുകളിലൊക്കെ വരുന്ന, ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, ഭ്രാന്തന്റെ ജൽപ്പനം എന്ന രീതിയിലാണ് ട്രംപിന്റെ വാക്കുകളെ പല ഈ കോളം റൈറ്റേഴ്സും വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഒരു പവർഫുൾ അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള ആ പദവിക്കുണ്ടായിരുന്നൊരു പവർ, ശക്തി, ആ ഒരു ഗാംഭീര്യം, അല്ലെങ്കിൽ ഒരു ക്രൂരൻ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു യുദ്ധം, ഒരു അറ്റാക്ക് മോഡിൽ നിൽക്കുന്ന ഒരാൾ എന്നൊരു ബിംബമായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ്. അതാണ് ശരിക്കും ലോക പോലീസ് എന്ന് പറഞ്ഞാൽ. സിസ്റ്റത്തിന്റെ ആയുധമാണ് പോലീസ്. അപ്പോൾ ലോക പോലീസ് എന്ന് പറഞ്ഞാൽ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ ഒരു ടൂളായിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും പ്രൈം പൊസിഷനിൽ നിൽക്കുന്ന ഒരാളാണ് അമേരിക്കൻ പ്രസിഡന്റ്, അല്ലെങ്കിൽ അമേരിക്ക എന്ന രാജ്യം എന്ന നിലയിലാണ് അമേരിക്ക പ്രസിഡന്റുമാർ ബ്രാൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ ബ്രാൻഡിങ് കുറെ കൂടിപ്പോയി, പക്ഷെ അത് മുഴുവൻ തിരിഞ്ഞു വരികയും ചെയ്തു. അപ്പോൾ മൊത്തത്തിൽ ഒന്നും അല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് ട്രംപ് വരികയാണ് പറയുന്നത്. അല്ലെങ്കിൽ നോക്കുക, ഇക്കണോമിക്കലി വീക്കായ, ഈ പറയുന്ന പല രീതിയിലും സാമ്പത്തികമായി ഫിനാൻഷ്യലി വീക്കായ, നയതന്ത്രപരമായി വലിയ ബന്ധങ്ങളൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ വലിയ ബന്ധങ്ങൾക്ക് അനുവദിക്കപ്പെടാത്ത ഒരു രാജ്യമാണ് ഇറാൻ. അത്രമേൽ ഉപരോധങ്ങളടക്കം നേരിടുന്നില്ല. അത്രയും കമ്പാരിറ്റീവ്ലി അമേരിക്കയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി വളരെ വീക്കായിട്ടുള്ള ഒരു രാജ്യമാണ് ഇറാൻ. എന്നിട്ട് ആ ഇറാനെ ഇതുവരെ കീഴടക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ആ പ്രസിഡന്റിൻ്റെ യുദ്ധതന്ത്രങ്ങൾ എത്രത്തോളം മോശമാണ് എന്നാണ് ലോകം കരുതുക എന്നുള്ളതാണ് ചോദ്യം. അപ്പം അമേരിക്കയിലെ ജനങ്ങളാണെങ്കിലും നമ്മൾ തോറ്റുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ഒരു മനുഷ്യനും രാജ്യത്തോട് സ്നേഹമുണ്ടാകും, രാജ്യത്തോട് കൂറുണ്ടാകും. യുദ്ധമാണെങ്കിലും അല്ലെങ്കിൽ ഫുട്ബോൾ മത്സരമാണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും നമ്മുടെ രാജ്യം ജയിക്കണം എന്ന് ഒരു 95% മേലെ ആളുകളുടെ ഉള്ളിലും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. പക്ഷേ ഇവിടെ അമേരിക്കക്കാർ എന്ന് പറയാൻ അമേരിക്കയിലെ ജനങ്ങൾ ഒരു പക്ഷേ മടിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ പ്രസിഡന്റ് ഒരു ഹീറോ ആണ് എന്ന് പറയാൻ ചിലപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം എന്താണ്, അവിടുത്തെ മാധ്യമങ്ങൾ പോലും ഇങ്ങനെ കിടന്ന് ട്രോളാണ്.
ട്രംപിനെതിരെ നിൽക്കുകയാണ്. ലോകത്ത് മുഴുവൻ ട്രംപിനെതിരെ വലിയ മുറവിളികൾ ഉയരുന്നു, കളിയാക്കുന്നു. ഇന്നിപ്പോൾ പറയാണ് നാളെ ഇറാനെ തീർക്കും. 5 മിനിറ്റ് കഴിയുമ്പോൾ പറയാണ് ഞങ്ങൾ ഇറാനുമായി ചർച്ച നടത്തുകയാണ്, ഇറാൻ ഞങ്ങളുടെ കാലിൽ വീണു. രാത്രിയാകുമ്പോൾ പറയും ഒന്നും നടക്കില്ല, ഈ നിലപാടുകളുടെ ഒരു റെക്കോർഡ് ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ട്രംപിനായിരിക്കും. അതെ, നിലപാട് മാറ്റങ്ങളുടെ റെക്കോർഡ് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കള്ളത്തരം പേടിച്ചോടുന്ന പല ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കള്ളങ്ങളൊക്കെ പറയാറുണ്ട്, പക്ഷേ ട്രംപ് വന്ന് സ്വന്തം പേജില് ഇത്രയും ലോകം മൊത്തത്തിൽ പറയുന്ന, അതായത് ഇപ്പൊ നമ്മൾ പറയണത് ഇതൊരു വാച്ചാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, കാണിച്ചാൽ എല്ലാവർക്കും അറിയാം ഇതൊരു വാച്ചാണ്, അതായത് ഇതൊരു മാലയാണ്, നമുക്കറിയാം. ഇത് ട്രംപ് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ട്രംപ് വന്നിട്ട് പറയും ഇതൊരു കോഴിയാണ്, ഇതിന്റെ കയ്യിലൊരു കോഴി ഇരിക്കുന്നു, അങ്ങനെ പറയും. അതാണ് ആള് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രംപ് ഈ ഹോർമോസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ക്ലെയിമുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്താ മനസ്സിലാക്കേണ്ടത്? ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇത്രയധികം കോമാളിയായി മാറുകയാണ്. പറയുന്ന ഒരു വാക്കും പാലിക്കാൻ അയാൾക്ക് കഴിയുന്നില്ല. മുന്നോട്ട് വെക്കുന്ന കാല് പിന്നോട്ട് പറിച്ചിട്ട് വന്ന ദൂരത്തിന്റെ ഇരട്ടി ദൂരം തിരിച്ചോടേണ്ടി വരികയാണ്. അമേരിക്കൻ പടക്കപ്പലുകൾ ചരിത്രത്തിൽ ആദ്യമായി യുദ്ധത്തിനിറങ്ങിയിട്ട് പേടിച്ച് പിന്തിരിഞ്ഞോടുന്ന എത്ര സാഹചര്യങ്ങൾ ഉണ്ടായി. ഹോർമോസ് കടലെടുക്ക് ഇപ്പൊ പിടിക്കും എന്ന് പറയാൻ തുടങ്ങിയിട്ട് 5 മാസം കഴിഞ്ഞു. എന്നാ ആലോചിച്ച് നോക്കൂ, ഒരു അമേരിക്ക എന്ന് പറയുന്ന ലോകത്തിന്റെ ലോക പോലീസ് എന്ന് പറഞ്ഞ് ഒരു കാലത്ത് ഭീതിയുടെ അടയാളമായിട്ട് എല്ലാവരും പേടിച്ചു നോക്കിയിരുന്ന ഒരു രാജ്യത്തിന്റെ തലവൻ എവിടെ എത്തി, എത്രത്തോളം അധപ്പതിച്ചു പോയി. അത് തന്നെയാണ് ഇപ്പൊ അമേരിക്ക നേരിടുന്ന, അല്ലെങ്കിൽ ട്രംപ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ആരും അംഗീകരിക്കുന്നില്ല. അമേരിക്ക മൊത്തം പോയി. അമേരിക്കയെ മാറ്റി നിർത്തി ഗൾഫ് രാജ്യങ്ങൾ ഒരു പുതിയ ചർച്ചയിലേക്ക്, അമേരിക്കയുടെ ശത്രുവായ ഇറാനുമായിട്ട് ഗൾഫ് രാജ്യങ്ങൾ ഒരു ചർച്ച നടത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നത് അമേരിക്കയ്ക്കുള്ള വിലയൊക്കെ പോയി. അമേരിക്ക എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം എന്നുള്ള നിലയിലേക്ക് മാറി. ട്രംപ് അല്ലേ, അയാൾ കുറച്ച് കഴിയുമ്പോൾ പൊക്കോളും എന്ന നിലയിലേക്ക്, ഇയാളെ ആരും മൈൻഡ് ചെയ്യാത്ത അവസ്ഥയിലേക്ക്, ആ പദവിക്കുണ്ടായിരുന്ന സർവ്വ വാല്യൂവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ട്രംപ് കാര്യങ്ങളെ എത്തിച്ചു. ഇത് അമേരിക്കയ്ക്ക് ഇനി വരാൻ പോകുന്ന വലിയ തിരിച്ചടികളുടെ തുടക്കം എന്ന നിലയിലാണ് ഞാൻ കാണുന്നത്. കാരണം ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന മറ്റൊരു വാർത്ത, റഷ്യയും ഈ പറയുന്ന ചൈനയും കാര്യമായിട്ട് ഇറാനെ സഹായിക്കുന്നുണ്ട് എന്നതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നു എന്നാണ്. ഹൂത്തികൾക്ക് കാര്യമായ സഹായം കിട്ടുന്നുണ്ട്, അവർ സൗദിയെ കത്തിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം പശ്ചിമേഷ്യയിൽ ഒരു ഓപ്പറേഷൻ നടത്താൻ അമേരിക്കയുടെയും അമേരിക്കയ്ക്ക് അനുകൂലമായി നിൽക്കുന്ന രാജ്യങ്ങളുടെയും ഒക്കെ ശക്തമായ സർവേലൻസ് ഉണ്ടായിട്ടും കൃത്യമായിട്ട് ഓപ്പറേഷൻസ് നടത്തി വിജയിപ്പിക്കാൻ ഇറാന് കഴിയുന്നുണ്ട് എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതൊരു ഗ്രൂപ്പാണ്, ഒരു പുതിയ അച്ചുതണ്ടാണ്. അത് ഈ പറയുന്ന പോലെ ഇറാന്റെ ടീമിലേക്ക് കൂടുതൽ രാജ്യങ്ങൾ വരികയും, പണ്ട് സോവിയറ്റ് റഷ്യ എന്നൊക്കെ പറഞ്ഞിരുന്നത് പോലെ ഇറാനും ഒരു പക്ഷേ ഭാവിയിൽ ഇറാൻ ഉൾപ്പെടുന്നൊരു ഗ്രൂപ്പ്, ഇറാനും ചൈനയും അമേരിക്കയും ഇന്ത്യയും മേ ബി വരാം. ഇറാനും ചൈനയും റഷ്യയും വേണമെങ്കിൽ ഇന്ത്യയും വരാം, തള്ളിക്കളയാൻ പറ്റില്ല. ഇവിടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സകല രാജ്യങ്ങൾ ഇപ്പോൾ കിടക്കുന്നത് പശ്ചിമേഷ്യയിലാണ്. ഈ രാജ്യങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ച് ഒരു വലിയ മൂവ്മെന്റിലേക്ക് അമേരിക്കയെ തള്ളി മാറ്റിക്കൊണ്ട് ഗൾഫ് രാജ്യങ്ങളൊക്കെ ചേർന്ന് മുന്നോട്ട് വരാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തുറന്നിരുന്നത്. കാരണം ട്രംപ് വേണ്ട, അമേരിക്ക വേണ്ട, അമേരിക്ക ഇവിടെ ചിത്രത്തിൽ വേണ്ട. അത് ഇറാൻ കാലങ്ങളായി പറയുന്നതാണ്. എന്തിനാണ് പശ്ചിമേഷ്യയിൽ ഇവർ വരുന്നത്, പശ്ചിമേഷ്യയിലാക്കുന്ന കാര്യം, ഇവിടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം എന്ന രീതിയിൽ അമേരിക്കയുടെ ഒരു സഹായവും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ സഹായിച്ചാൽ തന്നെ കാര്യങ്ങൾ നടക്കും എന്ന നിലയിലേക്കുള്ള ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കം, അല്ലെങ്കിൽ ഒരു മാറ്റത്തിന്റെ അടയാളമാണ് ട്രംപിനെ ഒഴിവാക്കി പട്ടിക്ക് പുറത്തു നിർത്തിയിട്ട്, അല്ലെങ്കിൽ ട്രംപിനെ കൊണ്ട് തന്നെ നിലപാടുകൾ താഴ്ത്തിവെപ്പിക്കുന്ന, നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് ഓടിപ്പിക്കുന്ന നിർണായകമായ നീക്കങ്ങൾ ഇറാനും ഗൾഫ് രാജ്യങ്ങളും നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് അമേരിക്കയുടെ അപ്രമാദിത്വം പശ്ചിമേഷ്യയിൽ ഇല്ലാതാകുന്നു എന്നതിൻ്റെ കൃത്യമായ അടയാളമായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്.